ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ലേണിംഗ് അക്കാഡമി. ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു +1 ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നസ് എന്നുള്ള ചാൾസ് ഡിക്കൻസിന്റെ സ്റ്റോറിയാണ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി അല്ല ഇത് എന്നുള്ളതാണ്. വായിക്കുന്ന സമയത്ത് നിരവധി പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടു കാണും അല്ലെ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിക്കാണും അത്ര എളുപ്പത്തിൽ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളത് അല്ലെ. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഈ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനിലൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. സോ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി പറഞ്ഞ സമയത്ത് നിങ്ങൾ ആ സമ്മറി കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ തീർച്ചയായും കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് വരിക. ഓക്കെ, അപ്പൊ സമ്മറിയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു അല്ലെ, ലിറ്റിൽ നെല്ലും ഗ്രാൻഡ് ഫാദറും. ലിറ്റിൽ നെല്ലിന്റെ ഗ്രാൻഡ് ഫാദറും ലിറ്റിൽ നെല്ലും ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർ ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെ ദൂരേക്ക് ആ നാട് വിട്ടു പോവാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് അവർ നാട് വിട്ടു പോകുന്നത്? നെല്ലിന്റെ ഗ്രാൻഡ് ഫാദർ ഗാംബ്ലിങ്ങില് അല്ലെ, ചൂതുകളിയില് ഒരുപാട് പണം നഷ്ടമാക്കി അല്ലെ, ആള് കടക്കെണിയിലായി. അവസാനം നാട് വിട്ടു പോകേണ്ട അവസ്ഥയായി അല്ലെ, മണി ലെൻഡേഴ്സിനെ പേടിച്ച് നാട് വിട്ടു പോവാണ് ഇവര്. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവർ ഒരു കൺട്രി സൈഡിലൂടെ ഒരു റൂറൽ ഏരിയയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ കാഴ്ചകളാണ് അവിടെ എന്ത് സംഭവിക്കുന്നു, അവരുടെ ആ ഒരു യാത്രയിൽ അവർ കാണുന്ന കാര്യങ്ങൾ, അവര് എന്തൊക്കെ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു നോവലിന്റെ ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ദേ വർ നൗ ഇൻ ഓപ്പൺ കൺട്രി. ദ ഹൗസസ് were very few and scattered at long intervals, often miles apart. Occasionally, they came upon a cluster of poor cottages, some with a chair or low board put across the open door to keep the scrambling children from the road. Others shut up close while all the family were working in the ഫീൽഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്കാറ്റേർഡ് എന്നുള്ള ഒരു വാക്ക് കാണാം. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുക, ഓർ സ്പ്രെഡ് ഔട്ട്. ഓക്കെ, അടുപ്പിച്ചുള്ളതല്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, നോട്ട് ക്ലോസ് ടുഗെദർ. ഓക്കെ, ദേ വർ സ്പ്രെഡ് ഔട്ട്. ഓക്കെ, അപ്പൊ അവരിപ്പം നിലവിൽ, അവർ എന്ന് പറയുമ്പം ദേ എന്ന് പറയുമ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് നെല്ലിനെയും ഗ്രാൻഡ് ഫാദറിനെയാണ്. സോ അവരെ ഇവിടെ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഓപ്പൺ കൺട്രിയിലാണ്. ഓപ്പൺ കൺട്രി എന്ന് പറയുമ്പോൾ ഒരു റൂറൽ ഏരിയ, ഒരു വില്ലേജ് സൈഡിലാണ് ഉള്ളത്. അവിടെ ദ ഹൗസസ് വർ വെരി ഫ്യൂ. അവിടെയുള്ള വീടുകളൊക്കെ അല്ലെ, വളരെ കുറച്ച് വീടുകൾ മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദേ വർ സ്കാറ്റേർഡ് അറ്റ് ലോങ് ഇന്റർവെൽസ്. ഓക്കെ, അപ്പോ ഹൗസസ് ഹിയർ ആർ റെയർ and spread out, sometimes a mile or more apart. Okay, ഒരു മൈലിന് അപ്പുറമായിരിക്കും ഇവിടെ ഒരു വീട് കഴിഞ്ഞ്, പിന്നെ ഒരു മൈൽ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അടുത്ത വീട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ഒരു കൺട്രി സൈഡിലാണ്, ഓപ്പൺ കൺട്രി സൈഡിലാണ് നെല്ലും അവളുടെ ഗ്രാൻഡ് ഫാദറും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഫാർ ഫ്രം ലണ്ടൻ. ലണ്ടനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ കൺട്രി സൈഡ്. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ട്, ഓക്കെ, ഇടയ്ക്ക് മാത്രം. ദേ കെയിം അപ്പോൺ എ ക്ലസ്റ്റർ ഓഫ് പുവർ കോട്ടേജസ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പിനെയാണ്. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊക്കെ അവരെന്ത് കാണുന്നുണ്ട്? ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പുവർ കോട്ടേജസ് കാണുന്നുണ്ട്. ഓക്കെ, സോ വൺസ് ഇൻ എ വൈൽ ദേ പാസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പുവർ കോട്ടേജസ്. ഓക്കെ, പുവർ കോട്ടേജസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന വീടുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയോ ആ വീടുകളുടെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. എന്താണത്? സം വിത്ത് എ ചെയർ ഓർ ലോ ബോർഡ് പുട്ട് അക്രോസ് ദ ഓപ്പൺ ഡോർ. ചില വീടുകളുടെ വാതിൽ തുറന്നിട്ടുണ്ട്. ആ തുറന്ന വാതിലുകളിൽ എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ആ ഡോർ വേയിലായിട്ട് ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു വുഡൻ പ്ലാങ്ക്, ഓക്കെ, മരക്കഷ്ണം, തടിക്കഷ്ണം അല്ലെ, മരക്കഷ്ണം, പ്ലെയിൻ മരക്കഷ്ണം ഒക്കെ ഇങ്ങനെ ഡോറിന് കുറുകെയായിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്? ടു സ്റ്റോപ്പ് ലിറ്റിൽ ചിൽഡ്രൻ വാണ്ടറിങ് ഓൺ ടു ദ റോഡ്.
അല്ലെ. അപ്പം ചെറിയ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അല്ലെ, അമ്മമാരെന്ത് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യും, കുട്ടികൾ ഓടി പുറത്തോട്ട് പോവാതിരിക്കാനായിട്ട് ഡോർവേയില് അല്ലെ, ഡോറിന് കുറുകെ ആയിട്ട് ഒരു ചെറിയ മരക്കഷ്ണമോ അല്ലെങ്കിൽ ഒരു ചെറിയ തടസ്സം എന്തെങ്കിലും വെക്കും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ചില വീടുകളാവട്ടെ, അതേഴ്സ് ആർ ലോക്ക്ഡ് അപ്പ് ടൈറ്റ് ബിക്കോസ് ദ ഹോൾ ഫാമിലി ഈസ് അവേ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്. അപ്പൊ ചില വീടുകളിൽ ഡോർ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല അല്ലെ. അവിടെയുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നേ, ദേ വർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്. ഓക്കെ, അപ്പൊ പാടങ്ങളിൽ പണിയെടുക്കാനായിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും പോയത് കൊണ്ട് തന്നെ വീടുകളൊക്കെ അടച്ചിട്ടുള്ള വീടുകളും, ഓക്കെ, ഡോറൊക്കെ അടച്ചിട്ടുള്ള വീടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. നൗ these were often the commencement of a little village, and after an interval came a wheelwright shed or perhaps a blacksmith's forge, then a thriving farm with sleepy cows lying about the yard and horses peering over the low wall and scampering away when harnessed horses passed upon the road as though in triumph at their freedom. ഓക്കെ, അപ്പം ഈ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് അവരെന്ത് വിചാരിച്ചു, ദീസ് വർ ഓഫൻ ദ കമൻസ്മെന്റ് ഓഫ് എ ലിറ്റിൽ വില്ലേജ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം അവിടെ വെച്ചാണ് ഒരു ചെറിയ വില്ലേജ്, ഒരു ഗ്രാമത്തിന്റെ തുടക്കം അവിടെയാണെന്നാണ് തോന്നുന്നത് എന്ന് നെല്ലിനും ഗ്രാൻഡ് ഫാദറിനും തോന്നുന്നു. And after an interval came a wheelwright's shed or perhaps a blacksmith's forge. Okay, അപ്പോൾ അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് they pass a wheel maker's workshop. ഓക്കെ, വീൽ റൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്, നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ആ ജോ തോംസനെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ. സോ അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവരെന്തൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു വീൽ മേക്കറിന്റെ വർക്ക്ഷോപ്പ് പാസ് ചെയ്ത് പോകുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ ഫോർജ് അല്ലെ. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലനാണ് അല്ലെ, കൊല്ലന്റെ ആല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. സോ ബ്ലാക്ക് സ്മിത്തിന്റെ ഫോർജ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെന്താണ് അവർ കാണുന്നത്, see then a thriving farm അല്ലെ. ത്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് വെൽ അല്ലെങ്കിൽ പ്രോസ്പറസ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഒരു ത്രൈവിംഗ് ഫാം കാണുന്നുണ്ട് അല്ലെ. അവിടെ എന്തുണ്ട്, വളരെ ബിസി ആയിട്ടുള്ള ഒരു ഫാം, വെർ കൗസ് ലൈ അബൌട്ട് ലേസിലി. ഓക്കെ, സ്ലീപ്പി കൗസ് ഉണ്ട് അവിടെ. ഓക്കെ, വളരെ ലേസി ആയിട്ടുള്ള ലൈക്ക് കൗസ്, ഓക്കെ, പശുക്കളുള്ള ഒരു ഫാം കാണുന്നുണ്ട്. ആൻഡ് ഹോസസ് ലുക്ക് ഓവർ ദ ലോ വാൾ. ഓക്കെ, ഹോസസ് ഉണ്ട് അവിടെ ഫാമിൽ. എന്തൊക്കെ ഉണ്ട്, കൗസ് ഉണ്ട്, ഹോസസ് ഉണ്ട്. കൗസ് എന്താണ് ചെയ്യുന്നത്, ദേ സീംസ് ടു ബി വെരി ലേസി. ഹോസസ് എന്താണ് ചെയ്യുന്നത്, ദേ വർ ലൈക്ക് സ്റ്റാൻഡിങ് ആൻഡ് ലുക്കിംഗ് ഓവർ ദ ലോ വാൾ. ഓക്കെ, വാളിന് അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചില ഹോസസ്. ഓക്കെ, പിന്നെയോ the horses dash off in excitement whenever other horses go past on the road. Okay, അപ്പം മറ്റു കുതിരകൾ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, ഓക്കെ, അതിന്റെ ഫ്രീഡം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് അതിൽ വളരെ പ്രൗഡായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണുന്ന സമയത്ത് ഈ ഫാമിലുള്ള ഹോസസിനും വളരെ എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. ഓക്കെ, ആ മറ്റു കുതിരകളെ കാണുന്ന സമയത്ത്. ഓക്കെ, now there were dull pigs too, turning up the ground in search of dainty food and grunting their monotonous grumblings as they prowled about or crossed each other in their quest. Okay, അപ്പൊ ഇവിടെ നമുക്ക് പുതിയ രണ്ട് വാക്കുകൾ കാണാം അല്ലെ. ഒന്ന് സ്കാമ്പറിങ് അവേ. സ്കാമ്പറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, റണ്ണിങ് ക്വിക്ലി വിത്ത് എക്സൈറ്റ്മെന്റ് അല്ലെ. അപ്പൊ മറ്റു കുതിരകൾ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വളരെ ക്വിക്കായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ട് അത് നോക്കി നിൽക്കുന്ന ഹോസസിനെ നമുക്ക് ഈ ഫാമിൽ കാണാം. അതുപോലെ തന്നെ ഫാമിലുള്ള മറ്റൊരു ലൈക്ക് ടൈപ്പ് ഓഫ് ആനിമൽ ഏതാണ്, പിഗ്സ് ആണ്. ഓക്കെ, അപ്പൊ പന്നികളുണ്ട് അല്ലെ. അവരെന്താണ് ചെയ്യുന്നത്, ടേണിങ് അപ്പ് ദ ഗ്രൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഡെയിൻറ്റി ഫുഡ് അല്ലെ. ഡെയിൻറ്റി എന്ന് പറഞ്ഞാൽ ടേസ്റ്റി, ഓക്കെ, ഡെലിക്കേറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പം ലൈക്ക് പിഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് ഇങ്ങനെ ഡിഗപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനായിട്ട്, ഹണ്ടിങ് ഫോർ ടേസ്റ്റി സ്ക്രാപ്സ് അല്ലെ. ടേസ്റ്റി ഫുഡ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ലൈക്ക് ഗ്രൗണ്ട് ഇങ്ങനെ ഡിഗ് ചെയ്യുന്ന പിഗ്സ് ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ദീസ് പിഗ്സ് വർ ഗ്രംബ്ലിംഗ് ടു ദെംസെൽസ് ദ ഹോൾ ടൈം അല്ലെ. അപ്പൊ പിഗ്സിന്റെ സൗണ്ട് നിങ്ങൾക്കറിയാലോ, ഓയിങ്ക് ഓയിങ്ക് അല്ലെ. അപ്പോ അത്തരത്തില് മൊണോട്ടണസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തില് ഡൾ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഡൾ ആയിട്ടുള്ള ഓക്കെ ഒന്നിനെയാണ് നമ്മൾ മൊണോട്ടണസ് എന്ന് പറയാ. ഗ്രംബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ മർമറിംഗ് ആണ്
ഓക്കെ, ഇങ്ങനെ മുറുമുറുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിക്സിന്റെ ആ സൗണ്ടിനെയാണ്. ഓക്കെ, സോ പിക്സ് എന്ത് ചെയ്യും? ഗ്രൗണ്ട് ഡിഗപ്പ് ചെയ്യും. എന്തിനായിട്ട്? ഈ ടേസ്റ്റി ഫുഡ് എവിടെയാ കിട്ടുക എന്നിങ്ങനെ സെർച്ച് ചെയ്യുന്നതിനായിട്ട്. ആൻഡ് ദേ വർ മേക്കിംഗ് ലൈക്ക് ലോസ് മർമറിംഗ് സൗണ്ട് ഫോർ ദ ഹോൾ ടൈം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വീൽ റൈറ്റിന്റെ വർക്ക്ഷോപ്പ് കണ്ടു അല്ലെ, ബ്ലാക്ക് സ്മിത്തിന്റെ ഫോർജ് കണ്ടു, അത് കഴിഞ്ഞൊരു ഫാം യാർഡ് കണ്ടു അല്ലെ. ഫാം യാർഡിൽ എന്തൊക്കെ കണ്ടു? സ്ലീപ്പി കൗസ് ഉണ്ട്, പിന്നെ അവിടെ ഹോസസ് ഉണ്ട് അല്ലെ. ഹോസസ് എന്താണ് ചെയ്യുന്നത്? പ്യൂറിങ് ഓവർ ദ ലൈക്ക് വോൾ അല്ലെ. അത് കഴിഞ്ഞിട്ട് ആ പുറത്തുകൂടെ ഓടിപ്പോകുന്ന അല്ലെ ഹോസസിനെ നോക്കി വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട് ഹോസസ്. പിന്നെ അവിടെ എന്തുണ്ട്? പിഗ്സ് ഉണ്ട് അല്ലെ. പിഗ്സ് എന്താണ് ചെയ്യുന്നത്? സെർച്ചിങ് ഫോർ ടേസ്റ്റി ഫുഡ് അല്ലെ. ആൻഡ് ദേ ആർ ഡിഗിങ് അപ്പ് ദ ഗ്രൗണ്ട് അല്ലെ. ആൻഡ് ദേ ആർ മേക്കിംഗ് മൊണോട്ടണസ് ഗ്രംബ്ലിങ്സ് അല്ലെ. റൈറ്റ്. പിന്നെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ആ ഫാം യാർഡില്. പ്ലം പിജിയൻസ് സ്കിമ്മിങ് റൗണ്ട് ദ റൂഫ് ഓർ സ്ട്രട്ടിങ് ഓൺ ദ ഈവ്സ്. ഓക്കെ, അപ്പൊ അടുത്തത് ആരാണ്? പിജിയൻസ് ആണ്. പിജിയൻസ്. ഓക്കെ, പിജിയൻസ് എന്ന് പറഞ്ഞാൽ പ്രാവുകളാണ് അല്ലെ. സോ പ്ലം പിജിയൻസ്, പ്ലം മീൻസ് ഹെൽത്തി ആൻഡ് ഫാറ്റ്. ഓക്കെ, ഫാറ്റി ആയിട്ടുള്ള, ഓക്കെ, കുറച്ച് തടിച്ച ഹെൽത്തി ആയിട്ടുള്ള. അപ്പൊ അത്തരത്തിലുള്ള പിജിയൻസ് ഉണ്ട്. പിജിയൻസ് എന്താണ് ചെയ്യുന്നത്? സ്കിമ്മിങ് റൗണ്ട് ദ റൂഫ് അല്ലെ, ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പറക്കുന്നുണ്ട് ലൈക്ക് ഓവർ ദ റൂഫ്. ഓക്കെ, അപ്പം റൂഫിന് ചുറ്റും, ഓക്കെ, റൗണ്ട് ദ റൂഫ് ടോപ്സ് ദേ ആർ ഗ്ലൈഡിങ്. ഓക്കെ, പിന്നെയോ സ്ട്രട്ടിങ് ഓൺ ദ ഈവ്സ്. ഇവിടെ ഈവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പ് എക്സ്റ്റെൻഡഡ് ആയിട്ട് കിടക്കുന്ന ആ സ്ഥലം. ഓക്കെ, അപ്പൊ അതിനെയാണ് റൂഫ് ടോപ്പ് ഉള്ള ആ ഒരു എക്സ്റ്റെൻഷൻ. ഓക്കെ, അപ്പൊ അതിനെയാണ് ഈവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൗഡായിട്ട് ഇങ്ങനെ നടക്കൂലേ, അതിനെയാണ് സ്ട്രട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ചില പിജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ റൂഫ് ടോപ്പ് സൈഡിൽ ഇങ്ങനെ പറക്കുന്നുണ്ട്. ചില പിജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സ്റ്റൻഷനിൽ വന്ന് ഇങ്ങനെ വളരെ പ്രൗഡായിട്ട് ഇരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഡക്സ് ആൻഡ് ഗീസ് ഫാർ മോർ ഗ്രേസ്ഫുൾ ഇൻ ദെയർ ഓൺ കൺസീറ്റ്, വാഡ്ലിംഗ് awkwardly about the edges of the pond and sailing glibly on its surface. ഓക്കെ, അപ്പൊ പിജിയൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഡക്സും ഗീസും. ഓക്കെ, അപ്പൊ ഡക്സും ഗീസും എന്താ ചെയ്യുന്നത്? ഡക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം താറാവ് അല്ലെ. അതുപോലെ ഗീസ് എന്ന് പറഞ്ഞാൽ ഗൂസിന്റെ ലൈക്ക് പ്ലൂരൽ ഫോം ആണ്. ഓക്കെ, ഗൂസ് എന്ന് പറയുമ്പോൾ അരയണ്ണം. ഓക്കെ, അപ്പം ലൈക്ക് അരയണ്ണം പോലെയുള്ള ഒരു ഡക്ക് പോലെയുള്ള ഒരു ബേർഡ്. ഓക്കെ, അപ്പം ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ലൈക്ക് ഡക്സും ഗീസും അവർ വിചാരിക്കുന്നുണ്ട് ഓക്കെ ദേ ആർ പ്രൗഡ് ഓഫ് ദെംസെൽസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവരുടെ നടത്തം. ഓക്കെ, ദേ വാഡിൽ ക്ലംസ്ലി ബൈ ദ പോണ്ട്. ഓക്കെ, അപ്പൊ പോണ്ട് അവിടെ ഒരു എന്തുണ്ട്? ഒരു പോണ്ട് ഉണ്ട്. ഓക്കെ, ഒരു കുളം ഉണ്ട്. ഇപ്പൊ കുളത്തിന്റെ അരികിൽ അല്ലെ, അരികിലായിട്ട് ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് ലൈക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാഡ്ലിംഗ് ഓക്വേർഡ്ലി, ക്ലംസി ആയിട്ടാണ് ഓക്കെ നടക്കുന്നത്. വളരെ ഷോർട്ട് സ്റ്റെപ്സിൽ, ക്ലംസി സ്റ്റെപ്സിൽ ആണ് നടക്കുന്നത്. ഓക്കെ, സോ വാഡ്ലിംഗ് ഓക്വേർഡ്ലി about the edges of the pond and sailing glibly on its surface. ഓക്കെ, അപ്പൊ ചില ഡക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വളരെ പ്രൗഡായിട്ട് ഈ പോണ്ടിന് ചുറ്റും നടക്കുന്നുണ്ട്. ചില ഡക്സും ഗീസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാട്ടർ സർഫസിൽ അല്ലെ നീന്തുന്നുണ്ട്. എങ്ങനെ? വളരെ സ്മൂത്ത് ആയിട്ട്. ഗ്ലിബ്ലി മീൻസ് വെരി സ്മൂത്ത്ലി. ഓക്കെ, നീന്തുന്നുണ്ട്. പിന്നെയോ ദ ഫാം യാർഡ് പാസ്റ്റ്. അങ്ങനെ അവര് ആ ഫാം യാർഡ് കടന്നു പോവാണ്. ദെൻ കെയിം ദ ലിറ്റിൽ ഇൻ. അപ്പൊ അതിനുശേഷം അവർ കാണുന്നത് ഒരു ചെറിയ ഇന്നാണ്. ഇവിടെ ഇൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എ സ്മോൾ പ്ലേസ് ഫോർ ട്രാവലേഴ്സ് ടു സ്റ്റേ. സത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അവർക്ക് അവിടെ ആക്ച്വലി ദേ കെൻ സ്റ്റേ ഓവർ നൈറ്റ്. ഓക്കെ, അതുപോലെ അവർക്ക് ഫുഡും ഡ്രിങ്ക് ഒക്കെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫാം യാർഡ് കഴിഞ്ഞപ്പം അവർ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്മോൾ ഇന്നാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് see the humbler beer shop and the village tradesmen's, then the lawyers and the parsons at whose dread names the beer shop trembled. Okay, അപ്പം ഈ സ്മോൾ ഇന്ന് കടന്ന് അവർ പോകുന്നു. ദെൻ അവർ കാണുന്നത് ഒരു ഹംബിൾ ബിയർ ഷോപ്പാണ്, ഒരു ചെറിയ ബിയർ ഷോപ്പാണ്. അത് കഴിഞ്ഞ് ഒരു വില്ലേജ് ട്രേഡേഴ്സിന്റെ ഒരു ഇവിടെ വില്ലേജ് ട്രേഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോപ്പ് കീപ്പറിനെയാണ്. ഓക്കെ, അപ്പൊ ആ ഷോപ്പ് കീപ്പറിനെ അല്ലെങ്കിൽ ഒരു മെർച്ചന്റ്, ഒരു സ്മോൾ സ്കെയിൽ മെർച്ചന്റിനെയാണ് ഇവിടെ ലൈക്ക് ട്രേഡ്സ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്.
അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും ഇവരെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ലോയറിന്റെയും അതുപോലെ ഒരു പാസൻ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. വില്ലേജ് പ്രീസ്റ്റ് അല്ലേ, പൂജാരി, ഓക്കെ, അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ പോലെയുള്ള ആള്, റിലീജിയൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന വ്യക്തി. അപ്പോൾ ഒരു ലോയറിന്റെ വീട് കാണുന്നുണ്ട്, പിന്നെ ഒരു പാസൻ, ഒരു വില്ലേജ് പ്രീസ്റ്റിന്റെ വീട് കാണുന്നുണ്ട്. അപ്പം ഇവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ട്രെമ്പിൾ ചെയ്യുന്ന ബിയർ ഷോപ്പാണ് അവിടെ ഉള്ളത് എന്നാ പറയുന്നത്. അപ്പൊ അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ലോയറും പാസണും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവരെന്ത് കാണുന്നുണ്ട്? ഒരു ചേർച്ച് കാണുന്നുണ്ട് അല്ലെ. The church then peeped out modestly from a clump of trees. Then there were a few more cottages. Then the Cage and Pound, and not unfrequently on a bank by the wayside, a deep, old, dusty well. അപ്പൊ അത് കഴിഞ്ഞ് ഇവര് കാണുന്നത് എന്താണ്? ഒരു ചേർച്ച് അല്ലെ, ചേർച്ചിന്റെ ആ ഒരു സ്റ്റീപ്പിൾ അല്ലെ, അത് ക്ലസ്റ്റർ ഓഫ് ട്രീസ്, ക്ലംപ് ഓഫ് ട്രീസ് അല്ലെ, ഒരു കൂട്ടം മരങ്ങൾക്കിടയിലായിട്ട് ആ ഒരു ചേർച്ചിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കോട്ടേജസ് ആണ് കാണുന്നത്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് അവർ കാണുന്നത് എന്താണ്? കേജ് ആൻഡ് പൗണ്ട് അല്ലെ. ഇവിടെ കേജ് ആൻഡ് പൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് സ്ട്രേ ആനിമൽസ് ഉണ്ടല്ലോ, അതിന് കീപ്പ് ചെയ്യുന്ന പ്ലേസിനെയാണ് ഈ കേജ് ആൻഡ് പൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒന്ന് കാണുന്നുണ്ട്. അതിനുശേഷം ഒരു ലൈക്ക് വഴിയരികിലായിട്ട് റോഡ് സൈഡിലായിട്ട് ഒരു ഡീപ്പ് ഓൾഡ് ഡസ്റ്റി വെൽ, ഒരു പഴയ കിണർ കാണുന്നുണ്ട്. Then came the trim-hedged fields on either hand and the open road again. അപ്പൊ അതിനുശേഷം പിന്നെ അവർ കാണുന്നത് എന്താണ്? ലൈക്ക് ഫീൽഡ് സറൗണ്ടഡ് ബൈ ഹെഡ്ജസ് അല്ലെ. ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികളാണ്. അപ്പൊ കുറ്റിച്ചെടികൾ ഒരു വഴിയുടെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന, അതിനുശേഷം എന്തുണ്ട്? വയലുകൾ, പാടങ്ങൾ കാണാവുന്ന രീതിക്കാണ് ഇവര് കാണുന്നത്. Then came the trim-hedged fields on either hand and the open road again. അപ്പൊ വഴിയുണ്ട്, വഴിക്ക് ഇരുവശമായിട്ട് കുറ്റിച്ചെടികൾ കാണുന്നുണ്ട്, അതിനപ്പുറത്ത് എന്താ ഉള്ളത്? വയലുകളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ അതിനുശേഷം അവർ കാണുന്നത് ഓപ്പൺ റോഡാണ്. So the road stretch out again. അപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് അവിടെ നമ്മുടെ നെല്ലും അതുപോലെ ഗ്രാൻഡ് ഫാദറും കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഭാഗത്തിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗം നോക്കാം. They walked all day and slept that night at a small cottage where beds were let to travelers. അങ്ങനെ ആ ദിവസം മുഴുവൻ അവര് നടന്നു. എന്നിട്ടോ ആ രാത്രി അവരൊരു സ്മോൾ കോട്ടേജിലാണ് താമസിച്ചത്. അപ്പൊ അവിടെ ട്രാവലേഴ്സിന് ലൈക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ താമസിക്കാവുന്ന രീതിക്കുള്ള ഒരു സ്മോൾ കോട്ടേജ് ആയിരുന്നു. സോ അവിടെ അവര് താമസിക്കുന്നു. എന്നിട്ടോ നെക്സ്റ്റ് മോർണിംഗ് they were afoot again, and though jaded at first and very tired, recovered before long and proceeded briskly forward. അപ്പൊ ഇവിടെ അഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിംഗ് ഓർ ഓൺ ഫൂട്ട് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ജെയ്ഡഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ് അല്ലെങ്കിൽ വേൺ ഔട്ട് എന്നുള്ള, എക്സോസ്റ്റഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ അടുത്ത ദിവസം അവര് വളരെ ക്ഷീണിതരായിരുന്നെങ്കിൽ കൂടി ലൈക്ക് മുന്നോട്ട് പോവാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. സോ ദേ റിക്കവേർഡ് ബിഫോർ ലോങ് ആൻഡ് പ്രൊസീഡഡ് briskly forward. Briskly means quickly and energetically. വളരെ എനർജറ്റിക് ആയിട്ട് അവര് വീണ്ടും നടക്കാനായിട്ട് ആരംഭിക്കുകയാണ്. Then they often stopped to rest, but only for a short space at a time, and still kept on, having had but slight refreshment since the morning. അപ്പോൾ അവര് രാവിലെ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. സോ ഇടയ്ക്കിടയ്ക്ക് അവര് റെസ്റ്റ് എടുക്കാനായിട്ട് ലൈക്ക് ഓരോയിടത്ത് നിൽക്കുമായിരുന്നു. പക്ഷെ വളരെ ഷോർട്ട് ബ്രേക്സ് എടുത്തിട്ട് പിന്നെയും അവര് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. Now, it was nearly 5 o'clock in the afternoon when, drawing near another cluster of laborers' hut, the child looked wistfully in each, doubtful at which to ask for permission to rest a while and buy a draught of milk. അങ്ങനെ ഇവർ നടന്ന് ഏതാണ്ട് ഈവനിങ് ആയി, 5 മണിയായി. അപ്പൊ ആ സമയത്താണ് അവര് ഒരു ലേബറേഴ്സ്
ഹട്ട്സ്, അതിൻ്റെ ഒരു ക്ലസ്റ്റർ, ഒരു ഗ്രൂപ്പ് ഓഫ് ലേബറേഴ്സ് ഹട്ട്, ഓക്കെ, സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന കുടിലുകൾ അല്ലെ, അതിൻ്റെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഉള്ള ഒരു പ്ലേസിലെത്തി നിൽക്കുന്നത്. ഓക്കെ, സോ ദ ചൈൽഡ് ലുക്ക് വിസ്ഫുള്ളി ഇൻ ഈച്ച്, ഡൗട്ട്ഫുൾ അറ്റ് വിച്ച് ടു ആസ്ക് ഫോർ പെർമിഷൻ ടു റെസ്റ്റ് എ വൈൽ ആൻഡ് ബൈ എ ഡ്രാഫ്റ്റ് ഓഫ് മിൽക്ക്. ഓക്കെ, അപ്പോൾ നെല്ല് വളരെ ഹോപ്പ്ഫുള്ളി ഓരോ വീടുകളായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആൻഡ് ഷി വാസ് അൺഷുവർ വിച്ച് ഫാമിലി ടു അപ്രോച്ച് ഫോർ റെസ്റ്റ് ആൻഡ് എ ബിറ്റ് ഓഫ് മിൽക്ക്. ഓക്കെ, ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നതിനായിട്ട്, റിഫ്രഷ്ഡ് ആവുന്നതിനായിട്ട് ഏത് ഫാമിലിയാണ് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ഷി വാസ് അൺഷുവർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഷി വാസ് ചെക്കിംഗ് ഓൺ ഈച്ച് ഹൗസ്, ഏത് വീട്ടിൽ പോയിട്ടാണ് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് സ്ഥലം അനുവദിക്കാമോ എന്ന് പെർമിഷൻ ചോദിക്കുക എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ നോക്കുകയാണ്. ഓക്കെ, now it was not easy to determine, for she was timid and fearful of being repulsed. Okay, അപ്പം അവൾക്ക് ഏത് വീട്ടിലാണ് ഈ പെർമിഷൻ ചോദിക്കാനായിട്ട് കയറി ചെല്ലണ്ടേ എന്നുള്ളത് ലൈക്ക് തീരുമാനിക്കുക എളുപ്പമായിരുന്നില്ല. വൈ? ബിക്കോസ് ഷി വാസ് ടിമിഡ്. ടിമിഡ് എന്ന് പറഞ്ഞാൽ ഷൈ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പം റിപ്പൾസ് ചെയ്യപ്പെട്ടാൽ, റിജക്ട് ചെയ്യപ്പെട്ടാൽ, പെർമിഷൻ ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലി ബാഡ് അല്ലേ. അപ്പൊ അവൾക്ക് വളരെ വിഷമാവും അതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ഹെർ ടു ഡിറ്റർമിൻ വിച്ച് പ്ലേസ്, വിച്ച് ഹൗസ് ടു ചൂസ്. ഓക്കെ, ഹിയർ വാസ് എ ക്രൈങ് ചൈൽഡ് ആൻഡ് ദർ എ നോയ്സി വൈഫ്. ഓക്കെ, അപ്പൊ ഒരു വീട്ടിൽ നോക്കിയപ്പോൾ അവിടെ ഒരു കരയുന്ന കുട്ടി, അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് അവൾക്ക് തോന്നിയില്ല. മറ്റൊരു വീട്ടിൽ നോക്കിയപ്പോഴോ ദർ വാസ് എ നോയ്സി വൈഫ്. ഓക്കെ, ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയുള്ള വീടാണ്, അപ്പൊ അങ്ങോട്ടും അവൾക്ക് പോകാനായിട്ട് തോന്നിയില്ല. ഓക്കെ, ഇൻ ദിസ് ദ പീപ്പിൾ സീം ടു പുവർ, ഇൻ ദാറ്റ് ടൂ മെനി. ഓക്കെ, ഒരു വീട്ടിൽ നോക്കിയപ്പം അവിടെയുള്ള ആളുകൾ വളരെ ദരിദ്രരായിട്ട് തോന്നി. മറ്റൊരു വീട്ടിൽ നോക്കിയപ്പോഴോ ഒരുപാട് ആളുകൾ. ഓക്കെ, ഇറ്റ് സീം ടു ക്രൗഡഡ്. അപ്പൊ അതും അവള് വേണ്ടാന്ന് വെച്ചു. At length, she stopped at one where the family was seated round a table, chiefly because there was an old man sitting in the cushioned chair beside the hearth, and she thought he was a grandfather and would feel for hers. Okay, അങ്ങനെ അവസാനം she chooses a cottage where a family sits around a table. Okay, ഒരു ടേബിളിന് ചുറ്റും ഒരു ഫാമിലി ഇരിക്കുന്നത് കണ്ടു ഇവള്. ഓക്കെ, അപ്പൊ കോട്ടേജ് ചൂസ് ചെയ്യാനായിട്ട് നെല്ല് തീരുമാനിക്കുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫയർ പ്ലേസിനടുത്തായിട്ട്, ഹാത്ത് എന്ന് പറഞ്ഞാൽ ഫയർ പ്ലേസ് ആണ്. അപ്പൊ ഫയർ പ്ലേസിനടുത്തായിട്ട് ഒരു വയസ്സായിട്ടുള്ള മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഓൾഡ് മാൻ, ഓക്കെ, ഹി ലുക്സ് ലൈക്ക് ഹി മൈറ്റ് സിമ്പത്തൈസ് ബീയിങ് എ ഗ്രാൻഡ് ഫാദർ ഹിംസെൽഫ്. ഓക്കെ, അപ്പൊ ആളൊരു ഗ്രാൻഡ് ഫാദർ ആയതുകൊണ്ട് തന്നെ തങ്ങളെ കാണുമ്പം അവർക്ക് സിമ്പതി തോന്നും. ഓക്കെ, തങ്ങളെ വീട്ടിനുള്ളിലോട്ട് ഇൻവൈറ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നൽ ആർക്കുണ്ടാവുകയാണ്? നെല്ലിന് ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഫാമിലി അല്ലെ, ഈ ഫാമിലി നെല്ലിനെയും ഗ്രാൻഡ് ഫാദറിനെയും വീട്ടിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുമോ അതോ റിജക്ട് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. So I hope whatever we have discussed today is clear for you. Okay, അപ്പം നിങ്ങൾക്ക് ഈ ഇത്രയും ഭാഗം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കാം. Okay, so thank you so much for your patient listening. Happy learning.